أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم رب أشعث أغبر لو أقسم على الله لأبره أو كما قال رسول الله صلى الله عليه وسلم. ഇന്ന് മുസ്ലിമീങ്ങളുടെ ഇടയിലും അമുസ്ലിമീങ്ങൾ പോലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൂഫി ഗസൽ. ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്തു ബന്ധം, ഇരുൾ മൂടിയൊരു വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഈ ഇടവഴിയ വരണം അവളുടെ നിർബന്ധം, ഭ്രാന്തായാൽ എന്തു സുഖം, സകറാത്തുൽ മൗത്ത് എന്ത് രസം. ഇസ്ലാമിക വിശ്വാസ ദർശനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സൂഫി സംഗീതമാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ, സാഹിത്യ നിരൂപകർ, മുസ്ലിമീങ്ങളല്ലാത്തവർ ചർച്ച ചെയ്യുകയും സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം ആസ്വദിക്കപ്പെടുകയും ചെയ്ത ഒരു സംഗീതം. സൂഫിസത്തെ സംബന്ധിച്ച് ഈ ഒരു അവസരത്തിൽ പറയുന്നത് അഭികാമ്യമായിരിക്കും. സൂഫിസം, തസവുഫ് എന്നൊക്കെ പറയുന്നത് നല്ല ചിന്തകളോടെ ദൈവികമായ മൂല്യങ്ങളിലൂടെ ശരിയായ വിശ്വാസധാരയിൽ ആരംഭിക്കപ്പെട്ട ഒരു ദർശനമാണ്. പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരു ശ്രവണ സംസ്കാരമുണ്ട്. മനോഹരമായ ഖുർആൻ പാരായണങ്ങൾ കേൾക്കുക. പാരായണം ചെയ്യൽ മാത്രമല്ല, പാരായണം കേൾക്കൽ ആരാധനയാണ്. മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല സ്വരമധുരമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ. സയ്യനുൽ ഖുർആന ബിഅസ്വാതികും ഫഇന്ന സൗതൽ ഹസന യസീദുൽ ഖുർആന ഹുസ്നൻ. നിങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് പരിശുദ്ധ ഖുർആനിനെ മനോഹരമാക്കി. നല്ല ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഖുർആനിന്റെ ഭംഗിയെ വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബിനോട് പറഞ്ഞത്, ഉബയ്യ്, താങ്കൾ ഒന്ന് ഖുർആൻ പാരായണം ചെയ്താലും. അപ്പോൾ ഉബയ്യ് തിരിച്ചു ചോദിച്ചു, അഅലൈക അഖറഉ, അഅലൈക അഖറഉ, താങ്കളുടെ മേലാണോ ഞാൻ പാരായണം ചെയ്യേണ്ടത്? ഇത് താങ്കളുടെ മേലല്ലേ അവതരിപ്പിക്കപ്പെട്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അല്ലാത്തവരിൽ നിന്ന് ഇത് കേൾക്കണമെന്ന് എനിക്ക് ഇഷ്ടമാണ്. ഖുർആൻ മറ്റൊരാൾ പാരായണം ചെയ്ത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. നല്ല സ്വരത്തിൽ ഖുർആൻ പാരായണം ഓതുന്നതും അത് കേൾക്കുന്നതും ദീൻ പ്രോത്സാഹിപ്പിക്കുന്നു. അത് ശ്രവിക്കൽ, അതാണ് ശ്രവണ സംസ്കാരം തന്നെയുണ്ട്. ഖിറാഅത്തിന്റെ ജൽസകളുണ്ട്, സഹാബാക്കളിൽ ഉണ്ടായിരുന്നു. ഒരാൾ ഓതും, മറ്റൊരാൾ കേൾക്കും. അവർക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അത് കേട്ട് ആനന്ദിക്കാൻ വേണ്ടിയിട്ട്. ഇസ്ലാമിന്റെ ബാങ്ക് എത്ര ശ്രവണ മനോഹരമാണ്.
നമ്മൾ കേൾക്കാറുള്ള ബാങ്കുകൾ, അത് ആസ്വദിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അപ്പൊ ആസ്വദിക്കുക, നല്ല ശബ്ദങ്ങളെ ആസ്വദിക്കുക എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അതിന്റെ ഈണത്തെ, താളത്തെ, ഓതുന്നതിന് നിയമങ്ങളുണ്ട്. എവിടെ മണിക്കണം, എവിടെ വ്യക്തമാക്കണം, എവിടെ മറിക്കണം, എവിടെ ശബ്ദം താഴ്ത്തണം, എവിടെ ശബ്ദം ഉയർത്തണം, ഉച്ചാരണത്തിന്റെ രീതികൾ എന്താണ്, ഇതെല്ലാം വേദഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി പഠിപ്പിക്കപ്പെടുന്ന ഏക വേദഗ്രന്ഥം ഖുർആൻ. അതിന്റെ പിന്നിൽ പ്രത്യേകമായ തജ്വീദിന്റെ ഫന്ന് തന്നെയുണ്ട്. എങ്ങനെ ഖുർആൻ പാരായണം ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ബസറയിൽ ഒരു വിഭാഗം ആളുകൾ രൂപപ്പെട്ടു. ഖുർആനിന്റെ വലിയ ജൽസകൾ ഉണ്ടായി. ആ ജൽസകളിൽ ഖുർആൻ പാരായണം വളരെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യപ്പെടും, ആളുകൾ കേൾക്കും. സൂഫിസത്തിന്റെ ആവിർഭാവം ഇങ്ങനെയെല്ലാമാണ് ആരംഭിക്കപ്പെടുന്നത്. ചില ആളുകൾ ഖുർആൻ കേട്ട് ബോധം കെടാൻ തുടങ്ങി, ചില ആളുകൾ മരിക്കാൻ തുടങ്ങി. നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ ബോധം കെട്ട് വീഴുക ഖുർആൻ കേട്ടിട്ട്. ഇത് വളരെ യാദൃശികമായി ഖുർആൻ കേട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണെങ്കിൽ, അവിചാരിതമായി സംഭവിക്കുന്നതാണെങ്കിൽ, ബോധപൂർവം ഖുർആൻ കേട്ട് ബോധം കെട്ട് ജദ്ബിന്റെ അവസ്ഥയിലേക്ക്, ഉന്മാദത്തിന്റെ അവസ്ഥ സ്വീകരിക്കുവാനുള്ള ശ്രമങ്ങൾ അവരുടെ ഇടയിൽ രൂപപ്പെട്ടു. അതായത് ഇസ്ലാമിൽ നിലകൊണ്ട ശ്രവണ സംസ്കാരം എന്താണോ, ആ ശ്രവണ സംസ്കാരത്തിൽ നിന്ന് വഴുതി മാറാൻ തുടങ്ങി. ഈ ഒരു ഉന്മാദത്തിലാകാൻ വേണ്ടി, അല്ലെങ്കിൽ ഭ്രാന്ത ആകാൻ വേണ്ടിയിട്ട് ഒക്കെ ഖുർആൻ കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ എത്തിപ്പെട്ടു. അവിടെയാണ് പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഇടപെട്ടത്. ഭ്രാന്തായാൽ എന്ത് സുഖം, സഖറാത്തുൽ മൗത്ത് എന്ത് രസം. ഭ്രാന്തായാൽ എന്ത് സുഖം എന്ന സൂഫി ഗസൽ ഇവിടെയാണ്. പിൽക്കാലഘട്ടത്തിൽ എത്ര സൂഫി ഗസലുകൾ രൂപപ്പെട്ടു. അങ്ങനെ ഖുർആൻ മാറി സംഗീതത്തിലേക്ക് അവർ പ്രവേശിച്ചു. സംഗീതത്തിന്റെ മേഖല തുറക്കപ്പെട്ടു. സൂഫി സംഗീതം അത് ആസ്വദിച്ചു കളയുന്നു എന്ന് ഞാൻ ഇതിന്റെ ഹലാൽ ഹറാം വശങ്ങളെ സംബന്ധിച്ചല്ല സംസാരിക്കുന്നത്. സൂഫി ഗസലുകൾ ഇന്ന് മലയാളത്തിൽ അതിന്റെ ഗംഭീരമായ സദസ്സുകളുണ്ട്, റിയാലിറ്റി ഷോകളുണ്ട്. സൂഫി ഗസൽ എന്നത് പ്രത്യേകമായ ഒരു ശാഖയായി സംഗീത ലോകത്ത് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. സൂഫി സംഗീതജ്ഞരുണ്ട്. ഒരു ഉന്മാദത്തിന്റെ അവസ്ഥയിൽ ചില ആളുകളെ അത് ഹഷീഷ് ഉപയോഗിക്കുന്നതിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഹഷീഷ് എന്താണ്? മയക്കുമരുന്നാണ്. സൂഫിസത്തിന്റെ ശരിയായ താല്പര്യം, അതിന്റെ ഒരു മൗലികമായ ആശയം അള്ളാഹുവിനോടുള്ള പ്രണയമാണ്. മഹബ്ബത്ത് എന്ന അറബി വാക്കിൽ അത് ഒതുങ്ങൂല. ഇഷ്ഖ് എന്ന് പറയും. പ്രണയം എന്ന് മലയാളം, സ്നേഹം, പ്രേമം, പ്രണയം, അതെല്ലാം കഴിഞ്ഞ ഒരു അഭിനിവേശത്തിന്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇഷ്ഖ്. അള്ളാഹുവിനോടുള്ള അമിതമായ പ്രണയം. ഇത് കൃത്യമായി നിയന്ത്രിച്ച് നിർത്തിയ ശറഇന്റെ പണ്ഡിതന്മാരുണ്ട്. അള്ളാഹുവിനെ പ്രണയിക്കണമല്ലോ. അള്ളാഹുവിനെ പ്രണയിച്ചു തുടങ്ങിയതാണ് സൂഫിസം. റസൂലിനെ പ്രണയിച്ചു തുടങ്ങിയതാണ് സൂഫിസം. എനിക്ക് ഈ ഭൗതിക ലോകവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് നല്ല മൂല്യങ്ങളിൽ ആരംഭിച്ചതാണ് സൂഫിസം. ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം, ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം. മനോഹരമായ വരികളാണ്. ആഴമേറിയ ആശയങ്ങൾ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിശ്വാസത്തെ തട്ടി ഉണർത്തുന്ന ആശയങ്ങൾ, സൂഫി ഗസലുകൾ. അള്ളാഹുവിനോടുള്ള മഹബ്ബത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനെ ഇത്ര മനോഹരമായി വർണ്ണിക്കാൻ സൂഫികൾക്കല്ലാതെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിന്റെ മറുപുറമാണ് ഞാൻ പറഞ്ഞത്. അത് അതിര് വിട്ട് ചില ആളുകളെ ഭ്രാന്തന്മാരാക്കിയിട്ടുണ്ട്, ചില ആളുകളെ മയക്കുമരുന്നിന് അടിമകളാക്കിയിട്ടുണ്ട്, ചില ആളുകളെ ശിർക്കിലേക്കും കുഫ്രിലേക്കും, ഞാനാണ് പടച്ചവൻ എന്ന് പറയുന്ന സൂഫികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ശറഇന്റെ ഇമാമിങ്ങൾ
സൂഫിസത്തിന്റെ തസവൂഫിന്റെ മൂല്യങ്ങൾ അവർ മുറുകെ പിടിച്ചു. അവർ ശറഇന്റെ അതിരുകൾ കാത്തു സൂക്ഷിച്ചു. ഇമാം അബൂ ഹനീഫ രാത്രിയിൽ ഒരായത്തോതി ഒരൊറ്റൊരായത്തിൽ രാത്രിയിലുടനീളം തഹജ്ജുദിന്റെ നമസ്കാരം നീട്ടിക്കൊണ്ടുപോകുന്നു. ഏതാണ് ആയത്ത്? വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ വംതാസുൽ യൗം, ഇന്ന് നിങ്ങൾ മാറി നിൽക്കൂ. അയ്യുഹൽ മുജ്രിമൂൻ, അല്ലയോ അക്രമികളെ. അല്ലാഹു നാളെ ആഖിറത്തിൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകളെ മാറ്റി നിർത്തുന്ന ആ ആശയം പറയുന്ന ആയത്തോതി ഒരു രാത്രി എങ്ങനെയാണ് ഇമാം അബൂ ഹനീഫ കഴിച്ചു? പേടിച്ചിട്ടൊന്നുമല്ല. നാളെ പടച്ചവൻ ശിക്ഷിക്കുമെന്ന ഒരു പേടിയല്ല, എനിക്ക് സ്വർഗം കിട്ടില്ല എന്ന നിരാശയുമല്ല. എന്റെ റബ്ബിൽ നിന്ന് അങ്ങനെ കേൾക്കേണ്ടി വരരുത് എന്ന പ്രണയത്തിന്റെ ചിന്തയാണത്. അതുകൊണ്ടാണ് സൂഫിയാക്കൾ പലപ്പോഴും അള്ളാഹുവിനെയും തന്നെയും ചിത്രീകരിക്കുന്നത് ലൈല മജ്നൂൻ സാഹിത്യവുമായി ബന്ധപ്പെടുത്തിയാണ്. ലൈല മജ്നൂനിന്റെ പ്രണയ സാഹിത്യവുമായി ലൈലയായിട്ട് പടച്ചവനെ പ്രതിഷ്ഠിക്കും, മജ്നൂനായിട്ട് ഇദ്ദേഹം ഇവിടെ നിൽക്കും. സൂഫിയാക്കൽ ലൈല എന്ന് പറയുന്നത് അള്ളാഹുവിനെയാണ്, മജ്നൂൻ എന്ന് പറയുന്നത് ഈ സൂഫിയാണ്. അദ്ദേഹം ആ സൂഫി അതിരറ്റ് പടച്ചവനെ പ്രണയിക്കുന്നു. അള്ളാഹുവിൽ നിന്ന് മാറി നിൽക്കൂ എന്ന് പറയുന്ന ഒരു വാക്ക് ഇമാം അബൂ ഹനീഫയ്ക്ക് കേൾക്കാൻ ഇഷ്ടമില്ല, അത് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഒരു കാമുകി തന്നോട് പറയാണ് എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ, ഒരു സത്യസന്ധമായി ആഴത്തിൽ പ്രണയിക്കുന്ന ഒരു കാമുകന് എത്രമാത്രം അത് അവനെ സ്വാധീനിക്കുമോ, വേദനിപ്പിക്കുമോ അതിനേക്കാൾ. അതാണ് ഇഷ്കിന്റെ ഗ്രേഡ് എന്ന് പറയുന്നത്. ഇമാം അബൂ ഹനീഫ ആ ഇഷ്കിന്റെ ആ പ്രണയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ എന്ന ആയത്ത് പാരായണം ചെയ്തൊരു രാത്രി കഴിഞ്ഞു കൂടിയത്. മുഹബ്ബത്തുല്ലാഹ് റാബിഅത്തുൽ അദവിയ എന്ന ഒരു സൂഫി മഹദി ഉണ്ടായിരുന്നു. അവർ അള്ളാഹുവിനെ എത്രമാത്രം പ്രണയിച്ചു. അവർ ഒരു കയ്യിൽ വെള്ളവും മറുകയ്യിൽ തീയുമായിട്ട് ഈജിപ്തിന്റെ തെരുവീഥികളിലൂടെ ഇറങ്ങി ഓടുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ജനങ്ങൾ അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്ന ഈ വെള്ളം ഉപയോഗിച്ച് ഞാൻ നരകത്തിന്റെ തീ കെടുത്തി കളയാൻ പോകുന്നു. എന്റെ മറുകയ്യിലിരിക്കുന്ന തീ ഉപയോഗിച്ച് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കരിച്ചു കളയാൻ പോകുന്നു. എനിക്ക് നരകം കിട്ടിയാലും കുഴപ്പമില്ല, സ്വർഗം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ജീവിക്കുന്നത് എന്റെ പടച്ചവന്റെ പ്രണയം കിട്ടിയാൽ മതി. ഇതാണ് സൂഫി ഇലാഹി പ്രണയം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് സൂഫിസത്തിന്റെ അടിസ്ഥാനം വളരെ നല്ലതാണ്. അള്ളാഹുവിലേക്ക് നമ്മുടെ ചിന്തകളെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഖൽബിനെ കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥയാണ് സൂഫിസം. മുഹബ്ബത്തുർ റസൂൽ, പ്രവാചകനോടുള്ള പ്രണയം സൂഫിസത്തിന്റെ മൗലികമായ ആശയമാണ്. മുഹബ്ബത്തുർ റസൂൽ, നമുക്ക് റസൂൽ ആരാണ്? നമുക്ക് റസൂലുമായിട്ട് എന്താണ് ബന്ധം? റസൂലുമായുള്ള ബന്ധം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിൽ ആയുഷ്കാലം മുഴുവനും ജീവിച്ച മഹാനായ ഇമാം ഹജ്ജിനല്ലാതെ മദീന വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല. ഹജ്ജിനല്ലാതെ മദീന വിട്ട് ഇമാം മാലിക് പുറത്തേക്ക് പോയിട്ടില്ല. ആ ഇമാം മാലിക് മദീനയിൽ ജീവിക്കുന്ന കാലം അത്രയും ചെരുപ്പ് ധരിച്ചിട്ടില്ലെന്നാണ്. ചെരുപ്പ് ധരിച്ചിട്ടില്ല. ശറഇൽ മദീനയിൽ പോയാൽ ചെരുപ്പ് ധരിക്കേണ്ട ഒരു ആയത്തോ ഹദീസോ ഉണ്ടോ? ഇല്ല. മദീനയിൽ പോയാൽ ചെരുപ്പ് ധരിക്കുന്നതിന് എന്താ കുഴപ്പം? ശറഇൽ ഒരു കുഴപ്പവുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെരുപ്പ് ധരിച്ചിട്ടില്ല. എന്താണ് കാരണം? റസൂലിനോടുള്ള പ്രണയം. എന്റെ പ്രേമഭാജനം പ്രിയപ്പെട്ട നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മദീനയുടെ തെരുവുകളിലാണ് ചെരുപ്പിട്ട് നടന്നത്. അവിടെ ഞാൻ ചെരുപ്പിട്ട് ചവിട്ടൂല. അതെന്റെ ഹബീബിനോടുള്ള സ്നേഹമാണ്, സൂഫിസമാണ്. മുഹബ്ബത്തുല്ലാഹ്, അല്ലാഹുവിനോടുള്ള സ്നേഹം, റസൂലിനോടുള്ള സ്നേഹം, ദുനിയാവിനോടുള്ള വിരക്തി, സുഹ്ദ്, ദുനിയാവിനോടുള്ള വിരക്തി. അത് ചില ആളുകളെ, സഹാബാക്കളിൽ തന്നെ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബിയെ നമുക്ക് പഠിക്കാം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യർഹമുല്ലാഹു അബൂദർ, അല്ലാഹു അബൂദറിന് കരുണ ചെയ്യട്ടെ. യംശി വഹീദ, അദ്ദേഹം ഒറ്റയ്ക്ക് നടക്കും. വയഹ്യാ വഹീദ വയമൂതു വഹീദ, അദ്ദേഹം ഒറ്റയ്ക്ക് മരിക്കും. വയുബഅസു വഹീദ, മരണാനന്തരം അദ്ദേഹം ഒറ്റയ്ക്ക് പുനരുദ്ധരിപ്പിക്കപ്പെടും. എന്തുകൊണ്ടാണ്? അദ്ദേഹം റബദ എന്ന് പറയുന്ന പ്രദേശത്തിൽ ഒറ്റപ്പെട്ട് താമസിക്കേണ്ടി വന്നു. ജനങ്ങളുമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അബൂദറിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അബൂദർ, നിനക്കൊരു സാമൂഹിക ജീവിയായി ജീവിക്കാൻ പറ്റൂല. കാരണം ഇദ്ദേഹം ആരുടെ കയ്യിലെങ്കിലും 10 റുപ്യ പോക്കറ്റിൽ കണ്ടാൽ അത് അടുത്ത ആൾക്ക്, പാവപ്പെട്ടവനെടുത്ത് കൊടുക്കും, ആവശ്യക്കാരനെടുത്ത് കൊടുക്കും. നാളത്തേക്ക് ഒരു നയാ പൈസ കയ്യിൽ സൂക്ഷിക്കരുത്. ഇതാണ് അബൂദർ. അവസാനം ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായി. കാരണം അദ്ദേഹം അത്രയും ഭൗതിക ജീവിതത്തോട് വിരക്തി, ഹൃദയം കൊണ്ട് വിരക്തി, ആ അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ ആ അത്രയും ഒരു അവസ്ഥയിലേക്ക് എത്തി ഒരാൾക്ക് സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂലല്ലോ. മനുഷ്യരുടെ ഇടയിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ മനുഷ്യർക്ക് സാധ്യമല്ല. അദ്ദേഹത്തിന് മനുഷ്യരെയും സമൂഹത്തെയും ഉൾക്കൊള്ളാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനോട് പറഞ്ഞു, അബൂദർ, നീ 2 യതീമുകളുടെ സ്വത്തിന്റെ കാര്യത്തിൽ പോലും ഉത്തരവാദിത്തം ഏറ്റെടുക്കരുത്. അബൂദറിനെയാണ് അനാഥ മക്കളുടെ സ്വത്ത് ഏൽപ്പിക്കുന്നെങ്കിൽ എന്തിനാണ് ഈ അനാഥ മക്കളുടെ സ്വത്ത് ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്? അതെടുത്ത് കൊടുക്കാം, അനാഥ മക്കൾക്ക് നാളെ പടച്ചവൻ കൊടുത്തുകൊള്ളും. ഇതാണ് അബൂദറിന് ദുനിയാവിനോടുള്ള സമീപനം. അദ്ദേഹത്തെ നാടുകടത്തപ്പെട്ടു. അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ പറഞ്ഞു, നീ ഒറ്റയ്ക്ക് മരിക്കും, പക്ഷേ ഒരു മുഅ്മിനി വിശ്വാസികളുടെ സംഘം നിന്റെ മരണസമയത്ത് അവിടെ എത്തും, നിന്നെ ദഫൻ ചെയ്യും. മരണസമയമായപ്പോൾ അബൂദർ റളിയല്ലാഹു തആല അൻഹു മരണാസന്നനായ വേളയിൽ കരയാൻ തുടങ്ങി. ഇത് കരയുന്നത് കണ്ട് ഭാര്യയും കരയാൻ തുടങ്ങി. എന്തിനാണ് അബൂദർ നിങ്ങൾ കരയുന്നത്? അബൂദർ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഹബീബ് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഒറ്റപ്പെടുമെന്ന്, ഞാൻ ഒറ്റയ്ക്ക് നടക്കുമെന്ന്, ഞാൻ ഒറ്റയ്ക്ക് മരിക്കുമെന്ന്. ഇന്ന് ഞാൻ പക്ഷെ ഒരു കാര്യം ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഒരു സംഘം ആളുകൾ, ഒരു വിശ്വാസി സംഘം ഇവിടെ എത്തുമെന്ന്, അവരെന്നെ കഫനും ദഫനും ചെയ്യുമെന്ന്. നീ അവിടെ ഇറങ്ങി നിന്ന് ഈ തുണി കാണിക്കണം. അവിടെ ഏതെങ്കിലും വിശ്വാസി സമൂഹം വരുന്നുണ്ടെങ്കിലോ. മദീനയിൽ നിന്ന് മുഅ്മിനീങ്ങളുടെ ഒരു സംഘം അവിടെ എത്തുന്നു. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഫനും ദഫനും നടക്കുന്നു. അവർ തിരിച്ചു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട്? തസവുഫിന്റെ മൗലികമായ ഒരു വിഷയമാണ് സൂഫിസം, ദുനിയാവിനോടുള്ള വിരക്തി. അത് അമിതമായി അബൂദർ ഗിഫാരി. പക്ഷേ ഒരു കാര്യമുണ്ട്, അബൂദർ ഗിഫാരിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തിയില്ല, ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ കുറെ മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. റുബ്ബ അശ്അസ അഗ്ബറ ലൗ അഖ്സമ അലല്ലാഹി മദ്ഫൂഇൻ ബിൽ അബ്വാബ്, മദ്ഫൂഇൻ ബിൽ അബ്വാബ് ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. റുബ്ബ അശ്അസ, എത്ര മുടി ജട പിടിച്ച ആളുകൾ, അഗ്ബറ, പൊടി പുരണ്ട് എടങ്ങേറായി നടക്കുന്ന ആളുകൾ നമ്മുടെ കണ്ണിൽ. മദ്ഫൂഇൻ ബിൽ അബ്വാബ്, വാതിലുകളിൽ നിന്നും ആട്ടിയോടിക്കപ്പെടുന്ന കുറെ മനുഷ്യർ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരുടെ വസ്ത്രം മുഷിഞ്ഞിരിക്കും, അവരുടെ മുടികൾ ജട പിടിച്ചിരിക്കും, അവരെ കാണാൻ വൃത്തിയുണ്ടാവുകയില്ല. പക്ഷെ അവരുടെ ഖൽബിൽ അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് ഉണ്ടാകും. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അല്ലാഹുവിനെ മുൻനിർത്തി ആ മനുഷ്യർ വല്ലതും സത്യം ചെയ്തു പറഞ്ഞാൽ അത് സത്യമായി പുലരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. എന്ന് പറഞ്ഞാൽ മുശ്രിക്ക് നടക്കാനുള്ള പ്രോത്സാഹനമല്ല, അവരങ്ങനെ അവിചാരിതമായി ആയിപ്പോയതാണ്. അവർ അല്ലാഹുവിന്റെ അടുക്കൽ മഅ്ദൂരീങ്ങളാണ്. അവരൊരു പക്ഷേ നിസ്കരിക്കുന്നുണ്ടാവൂല, കാരണം ഭ്രാന്താണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവർ ഭ്രാന്തായി. പടച്ചവനോടുള്ള പ്രണയം അതിരുവിട്ട് ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് പോയി. പക്ഷേ സൂഫിസം
അതിന്റെ വഴി തിരിഞ്ഞുപോയ ഒരു ഘട്ടം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഭ്രാന്തിനെ വിളിച്ചു വരുത്താൻ തുടങ്ങി. അങ്ങനെ വിളിച്ചു വരുത്തേണ്ട കാര്യമല്ല. അതാണ് ഇപ്പോൾ ട്രെൻഡായിരിക്കുന്ന പാട്ട്. ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് എന്ത് രസം, ഭ്രാന്തായാൽ എന്ത് സുഖം. സൂഫി ഗസലുകൾ അങ്ങനെ പാടുന്നു. സൂഫി സംഗീതങ്ങൾ ശ്രവിച്ചാൽ ഇത്തരം വരികളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഭ്രാന്തിനെ വിളിച്ചു വരുത്തുക, കുറെ ആളുകളെ ഭ്രാന്തന്മാരാക്കുക, അവിടെയാണ് ഇതിന്റെ അപകടങ്ങൾ നിലനിൽക്കുന്നത്. എന്തിനാണ്? കുറെ ഭ്രാന്തന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാർ വന്നത്. കുറെ ആളുകളെ അള്ളാഹുവിനോടുള്ള പ്രണയത്തിൽ ഉന്മാദത്തിലെത്തിച്ച് അവരെ ഒരു ലക്കും ലഗാനുമില്ലാതെ മനുഷ്യരുമായി ഇടപഴകി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കാനാണോ പ്രവാചകന്മാർ ഇവിടെ വന്നത്? ഒരു മനുഷ്യൻ അള്ളാഹുവിനോടുള്ള പ്രണയത്താൽ ആ അവസ്ഥയിലായി പോയി. അവൻ നിസ്കരിച്ചില്ല, നോമ്പെടുത്തില്ല, ഹജ്ജ് ചെയ്തില്ല, ദീനിന്റെ നന്മകളൊന്നും അവനിൽ ഉണ്ടായിരുന്നില്ല. പടച്ചവൻ പുറത്തു കൊടുത്തേക്കും. പക്ഷെ വിളിച്ചു വരുത്തുന്നു എന്ന് മാത്രമല്ല, പല സൂഫി ഗസലുകളും ഇപ്പോൾ ഈ വരികൾ ഇനിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട്, ലൈലാന്റെ ഖസ്റിന് അലങ്കാരം കണ്ട്, അതിനാൽ നിസ്കാരം ജംഉം ഖസ്റുമുണ്ട്. എന്താണ് ഈ വരികളുടെ അർത്ഥം? ഒരു ആഷിഖ്, ഒരു കാമുകൻ ദൈവത്തെ അന്വേഷിച്ചുള്ള യാത്രയാണ് അവന്റെ. ആ ദൈവത്തെ അന്വേഷിച്ചിട്ടുള്ള ഒരു സഞ്ചാരം എന്ന് പറയുമ്പോൾ ശരീരം കൊണ്ട് അവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. പക്ഷെ അവൻ മനസ്സുകൊണ്ട് അവൻ ദൈവത്തെ, അള്ളാഹുവിനെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ഇവന്റെ അന്വേഷണം ഒരു യാത്രയാണ്. ആ യാത്രയിൽ എനിക്ക് ജംഉം ഖസ്റും ചെയ്യാമെന്നാണ്. യഥാർത്ഥത്തിൽ ജംഉം ഖസ്റും എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ നിന്ന് എറണാകുളം വരെ യാത്ര ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ളുഹറും അസറും ഏതെങ്കിലും ഒരു നമസ്കാരത്തിന്റെ സമയത്ത് 4 റക്അത്തുള്ള നിസ്കാരം ചുരുക്കി 2 ഒരു സമയത്ത് നിസ്കരിക്കുക. ഇത് ഇളവാണ് യാത്രക്കാരൻ. മഗ്രിബും ഇശാഉം ഏതെങ്കിലും ഒരു നമസ്കാരത്തിന്റെ സമയത്ത് ഒരുമിച്ച് ചുരുക്കി നമസ്കരിക്കുക. ഇത് യാത്രക്കാരന്റെ ദീൻ തന്ന ഇളവാണ്. പക്ഷെ സൂഫി ഇതേ വരികൾ പാടും. സൂഫിയുടെ ഉദ്ദേശം എന്താ? അവന് നിസ്കാരം വേണ്ടെന്ന് അവൻ പറയുന്നത്. അവൻ തോന്നുന്ന സമയത്തെ നമസ്കരിക്കുള്ളൂ. അവൻ ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാവില്ല. അങ്ങനെ കുറെ ഔലിയാക്കളെ നമ്മൾ കാണാറില്ലേ? നിസ്കാരം ഉണ്ടാവൂല. നീ ദുഹർ നിസ്കരിച്ചോ? ഞാൻ ഹറമിൽ നമസ്കരിച്ചിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് പറയും. അവന്റെ അവസ്ഥ വേറെയാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെടുന്നു. ചില ആളുകളെ സൂഫിസം ഭ്രാന്തന്മാരാക്കിയിട്ടുണ്ട്. ചില ആളുകളെ സൂഫിസം മയക്കുമരുന്നിന് അടിമകളാക്കിയിട്ടുണ്ട്. ചില ആളുകളെ സൂഫിസം കുഫ്റിലേക്കും ഷിർക്കിലേക്കും എത്തിച്ചിട്ടുണ്ട്. സൂഫിസത്തിന്റെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ വളരെ കുറവാണ്. എന്നാൽ തസവുഫിന്റെ സൂഫിസത്തിന്റെ മൂല്യങ്ങൾ, അള്ളാഹുവിനോടുള്ള മഹബ്ബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടുള്ള പ്രണയവും പരലോക ജീവിതത്തിന് വേണ്ടിയുള്ള പരിശ്രമവും നമ്മുടെ നാവുകളെ മ്ലേച്ഛമായ സംസാരത്തിൽ നിന്ന് സൂക്ഷിക്കലും ഹൃദയത്തെ അഹങ്കാരത്തിൽ നിന്ന് സൂക്ഷിക്കലും അസൂയയില്ലാത്തൊരവസ്ഥയും, ഇതൊക്കെയാണ് സൂഫിസത്തിന്റെ മൗലികമായ പാഠങ്ങളെങ്കിൽ ഇത് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ ഫ്രെയിമിൽ. പക്ഷെ അതിൽ കവിഞ്ഞ് നമ്മൾ ആസ്വദിക്കുന്ന സൂഫി ഗസലുകൾ, ഇന്ന് പല ചെറുപ്പക്കാരും സൂഫി സംഗീതത്തിൽ പെട്ടിട്ടുണ്ട്. അവര് നിസ്കരിക്കൂല. അവരോട് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് മക്കളെ നമസ്കരിക്കാത്തത് എന്ന് ചോദിച്ചാൽ അവര് പറയും, എന്റെ ഖൽബ് റബ്ബ് കാണുന്നുണ്ടല്ലോ, ആ പ്രണയം കാണിക്കാൻ എനിക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് വലിയ വാക്കുകളൊക്കെ പറയും. നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇത് ശറഇന്റെ പരിധികൾ ലംഘിക്കുന്ന ഒരു അവസ്ഥയാണ്. ശറഇന്റെ പരിധികൾ ലംഘിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഭ്രാന്തനാണെങ്കിൽ അല്ലാഹു തആല പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അത് അപകടകരമാണ്. ഇത്തരം പാട്ടുകൾ ഉണ്ടാക്കുന്നവരും പാടുന്നവർക്കൊന്നും ഭ്രാന്തില്ലെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ ഭ്രാന്തിനെ ബോധപൂർവം ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു സമീപനം. എന്നാൽ ചില വരികൾ വളരെ മനോഹരമായ ആശയങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന വരികൾ. സക്കറാത്തുൽ മൗത്ത് എന്ത് രസം, ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് എന്ത് രസം.
സക്കറാത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന. എന്താണ് ആ കവി പറയുന്നത്? ആ കവി പറയുന്നത് സക്കറാത്തുൽ മൗത്ത്, എന്ത് രസം, മരണത്തിനൊരു വേദനയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞു, ഇന്നലിൽ മൗത്തി ലസക്കറാത്ത്, മരണത്തിനൊരു വേദനയുണ്ട്. ആ വേദന ആസ്വദിക്കുകയാണ് പടച്ചവനോടുള്ള പ്രണയത്താൽ. അത് റസൂലിൽ നമുക്ക് കാണാൻ പറ്റും. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിനോട് മരണസമയത്ത് ചോദിച്ചു, വേണമെങ്കിൽ ആയുസ് കൂട്ടിത്തരാം, ഇവിടെ ഇനിയും ജീവിക്കാം, ഇല്ലെങ്കിൽ പോരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർ-റഫീഖൽ അഅല, എന്റെ പടച്ചവനിലേക്ക് എനിക്ക് പോയാൽ മതി. ഇതാണ് സക്കറാത്ത്. അതിൽ എനിക്ക് എന്ത് വേദന സഹിച്ചാലും കുഴപ്പമില്ല, മരണത്തിന്റെ വേദനകൾ എനിക്ക് പ്രശ്നമല്ല, എനിക്ക് എന്റെ റബ്ബിലേക്ക് എത്തിയാൽ മതി. ഭൗതിക ജീവിതത്തോട് ആ തരത്തിൽ വിമുഖത കാണിക്കുന്ന, അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്ന, പടച്ചവന്റെ സന്നിധാനം ആഗ്രഹിക്കുന്ന സൂഫിസം, അതും ഇത്തരം ഗസലുകൾ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ മറുപുറത്ത് സൂഫിസത്തിന്റെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ വളരെ കുറവാണ്. എത്ര MBA കഴിഞ്ഞ, MBBS കഴിഞ്ഞ പല ചെറുപ്പക്കാരും സൂഫി ഗ്രന്ഥങ്ങൾ വായിച്ച് ഭ്രാന്തന്മാരായിട്ടുണ്ട്. നേരിട്ട് വ്യക്തിപരമായി ഞാൻ തന്നെ എത്ര ആളുകളെ കണ്ടിട്ടുണ്ട്. അവര് കുറച്ചു കഴിയുമ്പോൾ ഞാൻ ഇമാം മഹദിയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരും. കുറച്ചു കഴിയുമ്പോൾ അവര് പറയും ഞാൻ ദജ്ജാലാണെന്ന് പറയും. കുറച്ചു കഴിയുമ്പോൾ ഞാനാണ് ഈസബിന് മറിയുമെന്ന് പറയും. ഇങ്ങനെയെല്ലാം ഒരുപാട് ആളുകളെ സൂഫി ഗ്രന്ഥങ്ങൾ വായിച്ച് അപകടത്തിലായി പോയ ആളുകളുണ്ട്. അത് തന്നെയാണ് സൂഫി ഗസലുകളുടെ പുറകിൽ അമിതമായി നമ്മൾ അത് ശ്രവിച്ചു കഴിഞ്ഞാൽ അതും നമ്മളെ അപകടത്തിലാക്കും. ഞാൻ ആവർത്തിക്കുന്നു, സൂഫി ഗസലുകളിൽ രണ്ടു വശമുണ്ട്. ഒന്ന് അള്ളാഹുവിനോടുള്ള പ്രണയത്തിന്റെ വശമാണ്, ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ വശമാണ്. ഇഹലോക ജീവിതം എത്ര പരിമിതമായി മാത്രമാണ് നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് എന്ന സന്ദേശങ്ങളാണ്. അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം. അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കും. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാനൊക്കെ നമ്മുടെ അടുക്കലേക്ക് എത്തുമ്പോൾ, നമ്മൾ 2 ആഴ്ച മുമ്പ് ഈ അടുത്ത ജുമായിൽ പറഞ്ഞൊരു വിഷയമുണ്ട്, അൽ ഖൽവതു മഅ അല്ലാഹ്, അള്ളാഹുവിനോടൊപ്പം ഒന്ന് തനിച്ചിരിക്കൂ എന്നൊരു വിഷയം, പടച്ചവനോടൊന്ന് സംസാരിക്കൂ എന്ന വിഷയം. ജീവിതത്തിന്റെ നമ്മുടെ ഹൃദയം പടച്ചവന്റെ മുമ്പിൽ ഒന്ന് തുറക്കൂ എന്ന കാര്യം, അതൊക്കെ റമദാനോടനുബന്ധമായി റമദാനു വേണ്ടി ഒരുങ്ങുന്ന ഒരു വിശ്വാസി ആർജിക്കേണ്ട വിഷയമാണ്. റസൂലിനോടുള്ള മുഹബ്ബത്ത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നമ്മുടെ ശരീരങ്ങളെക്കാളും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് പ്രിയപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോടുള്ള സ്നേഹം, നമ്മുടെ നാവുകൾ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഹൃദയത്തെ അഹങ്കാരത്തിൽ നിന്ന്, അസൂയയിൽ നിന്ന്, പകയിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്നൊക്കെ സൂക്ഷിക്കാൻ കഴിയണം. ഇതൊക്കെ സൂഫിസത്തിന്റെ, തസവുഫിന്റെ മൗലികമായ ആശയങ്ങളാണ്. ഇത് നമ്മൾ ആർജിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ കവിഞ്ഞ് ഇത്തരം ഗസലുകളുടെ, ഇത്തരം സംഗീതങ്ങൾ, ഇത് മനുഷ്യരെ പല നിലയ്ക്കും സ്വാധീനിക്കാൻ, ഷിർക്കിലേക്കും കുഫ്റിലേക്കും ഭ്രാന്തിലേക്കും ലഹരിയിലേക്കും തള്ളിവിടുന്ന ഇത്തരം ഗസലുകളുടെ പുറകെ ഈമാനുള്ള ഒരു മുസ്ലിമിന് പോകാൻ സാധ്യമല്ല. അത് ലോകം എത്ര ആസ്വദിച്ചാലും ആശീർവദിച്ചാലും ശരീഅത്തിന്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് നമുക്കിത് ആലോചിക്കുമ്പോൾ ഈ രൂപത്തിലാണ് ഇതിനെപ്പറ്റി പറയാൻ കഴിയുക. അള്ളാഹു കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ സ്നേഹിക്കുന്ന അവന്റെ മുഹബ്ബീങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന ആശിഖീങ്ങളിൽ ദുനിയാവിന്റെ ജീവിതത്തെ പരിമിതമായി മാത്രം സ്വീകരിക്കുകയും ആഖിറത്തിന്റെ ജീവിതത്തെ ലക്ഷ്യമായി കാണുകയും ചെയ്യുന്ന സാലിഹീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, ഔലിയാക്കളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഈമാനോടെ ജീവിച്ച്